ഹരി ഓം 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 ഹരി ഓം. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധ്യാനജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുന്നില്ല. ധർമ്മം ദയ ഇവ കൂടാതെ സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. സൽക്കർമ്മം ചെയ്യാൻ കഴിയില്ല. ഹരി ഓം 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 ഹരി ഓം. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. സംഘം മുഴുവൻ പോയിടാതെ സംസാരാഗ്നി കെടുകില്ല. ഉള്ളിലസൂയയൊഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരുകില്ല. ഭഗവാൻ നേരിൽ വരുകില്ല. ഹരി ഓം 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 ഹരി ഓം. മരണം വരെ എങ്ങനെ നമുക്ക് എനർജറ്റിക്കായിട്ട് ജീവിക്കാൻ പറ്റും? അതായത് ഒരു പ്രശ്നത്തിനും ഒരു പ്രതിബന്ധത്തിനും നമ്മളെ തടസ്സപ്പെടുത്താൻ പാടില്ല. ഒരു കാരണവശാലും നമ്മൾ ഒരു അനുഭവത്തിലും തളരരുത്. ഒരു സ്ട്രോങ് മൈൻഡ് നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? സാധാരണ നമുക്ക് വിദ്യാലയങ്ങളിലോ കോളേജുകളിലോ അച്ഛനമ്മമാരോ പറഞ്ഞു തരാത്തൊരു കാര്യമാണ് ഭാഗവതത്തിന് പറഞ്ഞു തരാനുള്ളത്. ആരും നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു തരാറില്ല. എല്ലാവരും പറയും നല്ല ക്യാരക്ടർ ആവണം, സ്വഭാവം ആവണമെന്ന്. പക്ഷെ ആരും പറയാറില്ല എന്തിനാണ് ഈ നല്ല സ്വഭാവം നമ്മൾ വെച്ച് ജീവിക്കുന്നത്. നമ്മൾ കുട്ടിക്കാലത്തെ വീട്ടിലൊക്കെ വളർന്നു വരുമ്പം അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തരും, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ആവരുത്, ഇങ്ങനെ ആവരുത്, അങ്ങനെയുള്ളവരോട് കൂട്ടുകൂടരുത്, ഇങ്ങനെയുള്ളവരോടെ നീ കൂടാവും, കള്ളു കുടിക്കരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, ഇതൊക്കെ തെറ്റാണ്. പക്ഷെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്കും ഇതൊക്കെ എന്താ ചെയ്താൽ? ചോദ്യം വരില്ലേ? സാധാരണ വരുമോ? ഇല്ലേ? നമുക്കിതെന്തുകൊണ്ട് ചെയ്തുകൂടാ? കാരണം നമ്മൾ വീട്ടിൽ തെറ്റാണെന്ന് പറയണമൊക്കെ സമൂഹത്തിൽ സുലഭമായിട്ട് നമ്മൾ കാണും. അപ്പം എപ്പോഴും മനസ്സിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതുകൊണ്ടുണ്ടല്ലോ എല്ലാ മനുഷ്യ മനസ്സിലും ഒരു കുറ്റബോധമുണ്ട്. അച്ഛനും അമ്മയും അറിയാതെ അല്ലെങ്കിൽ മറ്റുള്ളവരറിയാതെ ചില തെറ്റുകൾ ചെയ്യാനുള്ള താല്പര്യവുമുണ്ട്. ചെയ്ത തെറ്റുകളെ മറച്ചു വയ്ക്കാനുള്ള, ഒളിച്ചു വയ്ക്കാനുള്ളൊരു പ്രേരണയും എല്ലാ മനുഷ്യ മനസ്സിലുമുണ്ട്. കാരണം നമ്മൾ കുട്ടിക്കാലത്തെ തെറ്റ് എന്ന് മനസ്സിലാക്കിയത് സമൂഹത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറ്റബോധം നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ നമ്മളത് മറച്ചു വയ്ക്കും. എല്ലാ മനസ്സിലും ഉണ്ടാവും ഒരു ഗിൽറ്റി കോൺഷ്യസ്നസ് ഏതെങ്കിലും തരത്തിൽ. ഇപ്പം നുണ പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നുണ പറയേണ്ടി വരും. അപ്പം നമ്മൾ നുണ പറയുമ്പോൾ കുറ്റബോധം വന്നു, അയ്യോ അച്ഛനും അമ്മയും എങ്ങനെയാണല്ലോ പറഞ്ഞത്, അത് പറയാൻ പാടില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, അങ്ങനെ കാണാൻ പാടില്ലായിരുന്നല്ലോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കാറുണ്ട്. അപ്പം ഇവിടെയാണ് നമ്മളറിയാതെ നമ്മുടെ മനസ്സ് നമ്മളെ പലപ്പോഴും തളർത്തുന്നത്. ഒരു വശത്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന കുറ്റബോധങ്ങൾ, മറുവശത്ത് നമുക്ക് സമൂഹത്തിൽ പലതും കാണുമ്പോൾ അനുഭവിക്കണം എന്നുള്ള മോഹങ്ങൾ, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിചാരങ്ങൾ, അതുപോലെ വേറെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ സമൂഹത്തിൽ ചില കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതിനോട് ഒരു അഭിനിവേശം വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഇതൊക്കെ നമ്മൾ സമൂഹത്തിൽ കാണുമ്പോൾ ആകെ ഒരു കോൺഫ്ലിക്റ്റ് എല്ലാ മനുഷ്യ മനസ്സിലും വരും.
ഭാഗവതം പറയുന്നു, ശരി, നിങ്ങൾ ജീവിതം കൊണ്ടു നടക്കുകയാണെങ്കിൽ എങ്ങനെയുള്ള മനസ്സായിട്ട് കൊണ്ടു നടക്കണം? കുറ്റബോധം കൊണ്ട് നിങ്ങളെ തളർത്തുന്നൊരു മനസ്സോ, നാളെ ദുഃഖബോധം കൊണ്ട് തളർത്തുന്ന ഒരു മനസ്സാവരുത്. നിങ്ങളുടെ മനസ്സ് എങ്ങനെയുള്ളതായിരിക്കണം? ഏത് പ്രശ്നങ്ങളെയും സംഭവിച്ചൊരബദ്ധം പറ്റി, ഓക്കെ, ലീവ് ഇറ്റ്. ഇനി ആ കുറ്റബോധം നിങ്ങളുടെ മനസ്സിനെ തളർത്തരുത്. അതുപോലെ നിങ്ങൾ എന്ത് ഒരു സാധനത്തിന് വാല്യൂ ചെയ്തോ, ഏതൊരു ആൾക്ക് വാല്യൂ ചെയ്തോ, അയാൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ അയാളുടെ നഷ്ടം നിങ്ങളുടെ മനസ്സിനെ തളർത്താൻ പാടില്ല. ഇങ്ങനെ കുറ്റബോധം കൊണ്ടും തളരരുത്, നഷ്ടബോധം കൊണ്ട് തളരാത്തൊരു മനസ്സിൻ്റെ ഉടമയായി തീരണം. അതിനെന്ത് വേണം, അതെങ്ങനെയൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷത്തിനോട് പറഞ്ഞു, പരീക്ഷത്തെ 4 കാര്യങ്ങൾ അങ്ങേക്കിപ്പോൾ ഉണ്ട്. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ജിതാസനോ, ജിതശ്വാസോ, ജിത സംഘോ, ജിതേന്ദ്രിയ. പറഞ്ഞല്ലോ 4 പലപ്പോഴുണ്ടല്ലോ ഈ ഭാഗവതമൊക്കെ നമ്മൾ കേൾക്കാൻ പോകുമ്പോൾ ഈ യോഗ്യതകളില്ലെങ്കിൽ ആരെന്ത് പറഞ്ഞു തന്നിട്ടും കാര്യമില്ല. അതാണ് ധർമ്മപുത്രർക്ക് ഭഗവാൻ ഉപദേശം കൊടുത്തിട്ടും ധർമ്മപുത്രർ മാറിയില്ല. ജീവിച്ചിരുന്ന കൃഷ്ണൻ ഉപദേശിച്ചിട്ട് മാറാത്ത വ്യക്തിയാണ് ആര്? ധർമ്മപുത്രൻ. എന്തുകൊണ്ട്? ജിതാസനനായിരുന്നില്ല, ജിതശ്വാസനായിരുന്നില്ല, ജിതസംഗനായിരുന്നില്ല, ജിതേന്ദ്രിയനായിരുന്നില്ല. അല്ലേ? അപ്പം ആരെന്ത് പറഞ്ഞു തരുന്നു എന്നല്ല, നമുക്കത് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടോ എന്നുള്ളതാണ്. ഏതായാലും പരീക്ഷത്തെ അങ്ങേക്ക് മനസ്സുണ്ടല്ലോ, അങ്ങ് യോഗ്യനാണ്. ഇനി തുടങ്ങിക്കോളൂ. എവിടെ തുടങ്ങേണ്ടത്? സ്ഥൂലേ ഭഗവതോ രൂപം യഥസന്ധാരയെത്തിയ. അങ്ങ് എവിടെ നിന്ന് തുടങ്ങണം? ഭഗവാന്റെ ഒരു സ്ഥൂല രൂപം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അതിൽ മനസ്സിനെ ഏകാഗ്രമാക്കിക്കോളൂ, അതിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷത്തിൻ്റെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടാവും. ഇങ്ങനെ ഭഗവാന്റെ രൂപം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എന്താ കിട്ടുക? കുട്ടികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അവിടെ പോയാൽ ഇപ്പം എന്താ ഒരു ഗുണമുള്ളത്? അതുകൊണ്ട് ഇപ്പം എന്താ നമുക്ക് കിട്ടുക അല്ലേ എന്നുള്ളൊരു ചോദ്യം സാധാരണ മനുഷ്യ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ ലക്ഷ്യം, മാർഗം പറഞ്ഞു കൊടുക്കുമ്പം എന്തും പറഞ്ഞു കൊടുക്കണം. എന്തിന് ഈ മാർഗത്തെ ചെയ്യുന്നു, എന്തിന് സ്ഥൂല രൂപത്തെ ധ്യാനിക്കണോ, അതിൻ്റെ ലക്ഷ്യവും പറഞ്ഞു കൊടുക്കണം. സാധാരണ നമ്മളുണ്ടല്ലോ ഏത് മതത്തിലും ഈ 2 കാര്യങ്ങൾ കാണണം. ഒന്ന് മാർഗവും, 2 ലക്ഷ്യം. അപ്പം മാർഗവും ലക്ഷ്യവുമാണ് എല്ലാ മതങ്ങളുടെയും അന്തസത്ത. വേദം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ വേദം എന്ന് കേൾക്കും കുറേ മന്ത്രങ്ങളല്ലേ. എന്താ വേദം എന്ന് പറഞ്ഞാൽ അർത്ഥം? വേദം എന്നുള്ളതിന് അറിവ് എന്നർത്ഥം. എന്തിനെക്കുറിച്ചുള്ള അറിവ്? എവിടെ എത്തിച്ചേരണം, എങ്ങനെ എത്തിച്ചേരണം. കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? 2 കാര്യങ്ങൾ. ഒന്ന്, എവിടെ എത്തിച്ചേരണം എന്നതിന് എന്താ പറയുക? ലക്ഷ്യം എന്ന് പറയും. എങ്ങനെ എത്തിച്ചേരണം? മാർഗം. ഇതാണ് എല്ലാ മതങ്ങളുടെയും ഉള്ളിലുള്ളത്. അപ്പം ഇവിടെ മാർഗം പറഞ്ഞു കൊടുത്തു, എന്ത് പറഞ്ഞു കൊടുത്തില്ല? ലക്ഷ്യം പറഞ്ഞു കൊടുത്തില്ല. നമുക്കത് പെട്ടെന്ന് നിങ്ങൾ ഉത്തരം പറയാത്തതിന് കാരണം നമ്മൾ പലതും ചെയ്യുന്നത് വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടിയിട്ടല്ല. നമുക്കൊക്കെ ടെമ്പററി ലക്ഷ്യങ്ങളേ ഉള്ളൂ, ചെറിയ ചെറിയ ലക്ഷ്യങ്ങളേ ഉള്ളൂ. നിങ്ങളെന്നെ നിങ്ങളോട് ചോദിച്ചു നോക്കൂ, എന്തിനാ നിങ്ങൾ അമ്പലത്തിൽ പോണേ? എന്തിനാ നിങ്ങൾ ഭാഗവതം കേൾക്കുന്നത്? എന്തിനാ നിങ്ങൾ പൂജാമുറിയിൽ തൊഴുന്നത്? എന്തിനാ നിങ്ങൾ നാമം ജപിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഹോമങ്ങൾ ചെയ്യുന്നത്? ചോദിച്ചെന്താ ഉത്തരം? ചിലർ പറയും മോളുടെ കല്യാണം നടന്നു കിട്ടാനാ സ്വാമി. ചിലർ പറയും മകനൊരു ജോലി കിട്ടാനാ സ്വാമി. ചിലർ പറയും എൻ്റെ അസുഖം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത്. ചിലർ പറയും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പോകണം, വലിയ കുഴപ്പമൊന്നും ഗുരുവായൂരപ്പൻ ഉണ്ടാക്കരുത് എന്ന് കരുതിയിട്ട് പോകുന്നവരാ. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ലക്ഷ്യവും ഒന്നിൽ നിന്ന് വ്യത്യസ്തമാവും. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അമ്പലത്തിൽ പോകുമ്പം അവൻ്റെ ലക്ഷ്യം അവൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടതാവില്ലേ? ഒരു കോളേജിൽ പോകുന്നൊരു കുട്ടി അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതേത് ലക്ഷ്യമെന്ന് അറിയില്ല, എന്തായാലും ഒരു ലക്ഷ്യം ഉണ്ടാവും. ഒരു ജോലി കിട്ടാത്ത ഒരാൾ അമ്പലത്തിൽ പോകുമ്പോൾ അയാളുടെ ലക്ഷ്യം വേറെയാവില്ലേ? ഒരു കല്യാണം നടക്കാത്തൊരു കുട്ടി അമ്പലത്തിൽ പോകുന്നതിൻ്റെ ലക്ഷ്യം വേറെയാവില്ലേ? കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തവർ അമ്പലത്തിൽ പോകുന്നതിൻ്റെ ലക്ഷ്യം വേറെയാവില്ലേ? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ ലക്ഷ്യവും
ഓരോന്നിൽ നിന്ന്. പക്ഷെ അവരുടെ ലക്ഷ്യമൊക്കെ ഒരു കാര്യം നടന്നു കിട്ടുന്നതിൽ മാത്രമാണ്. അത് നടന്നു കിട്ടിയാലോ, പ്രസവിക്കാത്തവൾ പ്രസവിച്ചു, ഇനിയോ? അപ്പൊ പിന്നെ അടുത്ത ലക്ഷ്യം വന്നു, എന്ത്? ഒന്നുകൂടി വേണം എന്നുള്ളത്. ശരി, ഓക്കെ, 2 എണ്ണമായി. അപ്പോഴോ അടുത്ത ലക്ഷ്യം ഇവരൊന്ന് നേരെയാവണമെന്ന്. ശരി, അവരെ നേരെയാക്കി കൊടുത്തു. ഇനിയോ? ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അതാണ് മനുഷ്യൻ്റെ മനസ്സിന് പലപ്പോഴും ഉണ്ടല്ലോ, അടുത്തത് വരുമ്പോൾ പിന്നെ വേറൊന്നിലേക്ക് പോവും, പക്ഷെ വ്യക്തതയില്ല. ഇവിടെയാണ് നമ്മുടെ പൂർവികന്മാരെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, നമുക്ക് നല്ലവണ്ണം വ്യക്തമായ എന്തുണ്ടാവണം? ലക്ഷ്യബോധം ഉണ്ടാവണം. ഞാൻ എങ്ങോട്ടാണ് പോവേണ്ടത്, എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് എത്തിച്ചേരണം. ഈ ശരീരത്തിൻ്റെ ലക്ഷ്യം എങ്ങോട്ടായിരിക്കും? ഇതോരോ ദിവസവും ജനിച്ച് ജീവിച്ച് 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 മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ലക്ഷ്യം പ്രകൃതിയിലേക്കാണ്. എന്തുകൊണ്ടിത് പ്രകൃതിയിലേക്ക് പോകുന്നു? കാരണം വന്നത് പ്രകൃതിയിൽ നിന്നാണ്. ഇതുപോലെ മനസ്സിനും എന്തുണ്ടാവണം? ഒരു ലക്ഷ്യമുണ്ടാവണം. ആ മനസ്സ് എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് എത്തിച്ചേരണ്ടേ? അങ്ങനെ അതിലേക്ക് എത്തിച്ചേരുന്നതാണ്, അതിലേക്ക് ലയിക്കുന്നതാണ്, അതിൻ്റെ ഉറവിടത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് മനസ്സിൻ്റെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തെയാണ് ഭാരതീയ ഋഷീശ്വരന്മാർ മോക്ഷം എന്ന് പറഞ്ഞത്. ഇനി പരീക്ഷിത്ത് മഹാരാജാവിന് അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. പരീക്ഷിത്തെ, അങ്ങയുടെ മനസ്സ് ഇങ്ങനെ സ്ഥൂലമായ രൂപത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് എവിടെ എത്തിച്ചേരണം? എവിടെ എത്തിച്ചേരണം? എവിടെ നിന്നാണോ മനസ്സ് പുറപ്പെട്ടത് അവിടെ എത്തിച്ചേരണം. എവിടുന്നാ മനസ്സ് പുറപ്പെട്ടത്? അതെങ്ങനെ മനസ്സിലായി? ഈ നിമിഷം നമ്മുടെ ഉള്ളിൽ മനസ്സ് നിലനിൽക്കുന്നതിന് കാരണം ശരീരമുള്ളത് കൊണ്ടാണോ? ശരീരമുള്ളത് കൊണ്ടായിരുന്നു എങ്കിൽ ശരീരം ഉള്ളപ്പോഴൊക്കെ ആരും ഉണ്ടാവണം? മനസ്സും ഉണ്ടാവണം. ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. ശരീരമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ മരിച്ചു കിടക്കുന്ന ശരീരത്തിൻ്റെ കൂടെയും മനസ്സുണ്ടാവണം. ശരിയല്ലേ? നിങ്ങൾക്ക് ഫുൾ അനസ്തീഷ്യ തന്ന് നിങ്ങളെ കീറി മുറിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ശരീരമുണ്ട്, പക്ഷെ ആരില്ല? മനസ്സില്ല. എവിടെ പോയി മനസ്സ്? അത് നമുക്കും അറിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, നമുക്ക് ഒരു വിചാരവും ചിന്തകളും ആ സമയത്തില്ല. അതുകൊണ്ടല്ലേ നമ്മൾ വേദനകൾ അറിയാത്തത്. അപ്പം അങ്ങനെയുള്ള മനസ്സ് വീണ്ടും ഉണർന്നു വരുന്നു, വീണ്ടും പ്രവർത്തിക്കുന്നു. അത് ശരീരമുള്ളത് കൊണ്ട് മാത്രമല്ലല്ലോ. ആരുള്ളത് കൊണ്ടാണ് അത് ഉണർന്നത്? ആരുള്ളത് കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമുള്ളത് കൊണ്ടാണ്. ചിലരുടെ ഒരു വിചാരമുണ്ട്, ശ്വാസം ഉള്ളത് കൊണ്ടാണ് മനസ്സ് നിൽക്കുന്നത്. ഈവൻ ശ്വാസമില്ലാത്തൊരവസ്ഥയിലും ആര് നിൽക്കും? മനസ്സ് നിൽക്കും. മനസ്സ് ശരീരത്തിൽ നിലനിൽക്കും. ഈ തവളകൾക്കൊക്കെ ഉണ്ടല്ലോ ഒരു ഹൈബർനേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സമയമുണ്ട്. അത് മഴ പെയ്താൽ തവളകൾ ശബ്ദം തുടരും. ചുറ്റുപാട് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പം തവളകളെ നമ്മൾ കാണാറില്ല. എവിടെ പോയി അത്രയും തവളകളൊക്കെ? അത് മണ്ണിൻ്റെ അടിയിൽ കിടക്കുകയാണ്. ഈവൻ ശ്വാസം പോലും എടുക്കാതെ അവർക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്. ആമകൾക്കുണ്ടല്ലോ ഒരു മിനിറ്റിൽ ഒരു ശ്വാസമൊക്കെ മതി എന്നാണ്. അത്രയും ഒരു ശ്വാസം മതി. അവരുടെ ഉള്ളിൽ ആര് നിലനിൽക്കുന്നുണ്ട്? വെള്ളത്തിൻ്റെ ഉള്ളിൽ ശ്വാസം എടുക്കാൻ പറ്റുമോ? പക്ഷെ മത്സ്യങ്ങൾ എപ്പോഴെങ്കിലും ഒരു ശ്വാസം എടുത്തിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റും വായയിലൂടെ. എന്നാലും അവരുടെ മനസ്സ് നിലനിൽക്കുന്നില്ലേ? അപ്പം ശ്വാസത്തിലല്ല മനസ്സ് നിൽക്കുന്നത്. യോഗികൾക്ക്, ചില യോഗീശ്വരന്മാർക്ക് ഒരു സമാധിയുണ്ട്. അതിൻ്റെ പേര് നിർവികൽപ്പ സമാധി എന്നാണ്. നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ ഈവൻ വിത്തൗട്ട് ബ്രീത്ത് ദേ ക്യാൻ എക്സിസ്റ്റ് എന്നാണ്. ഈ പറയുന്നതുണ്ടല്ലോ വളരെ വളരെ ഋഷീശ്വരന്മാർ അനുഭവപ്പെട്ടൊരു കാര്യമാണ്. ഈവൻ ബ്രീത്തിനെ പോലും പിടിച്ചു നിർത്തിക്കൊണ്ട് നിൽക്കാൻ പറ്റുന്നതാണ്. ധ്രുവൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു എന്നാണ് തപസ്സിലൂടെ. അങ്ങനെ ഇപ്പോഴും കുറേ മഹാത്മാക്കളുണ്ട്, ബ്രീത്ത് പോലും പിടിച്ചു നിർത്താൻ കഴിയുന്ന ആളുകൾ. പോട്ടെ, നമുക്കതിലേക്കൊന്നും കിടക്കണ്ട. ഒരു കാര്യം ഉറപ്പാണ്, ബ്രീത്ത് ഉള്ളത് കൊണ്ടും അല്ല. ഈ ഭൂകമ്പങ്ങളിലൊക്കെ 4-5 ദിവസങ്ങളൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് തിരിച്ചു വന്ന ആളുകളുണ്ടോ ജീവനോട് കൂടിയിട്ട്? സുനാമിയിൽ 2-3 ദിവസം വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് ജീവനോടുകൂടി തിരിച്ചു വന്നവരുണ്ടോ? പത്രത്തിലൊക്കെ വായിക്കേണ്ടതുണ്ടോ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ബ്രീത്ത് ഉള്ളത് കൊണ്ടല്ല മനസ്സ് നിലനിൽക്കുന്നത്. പിന്നെ ആരുള്ളത് കൊണ്ടാണ്? ഒരു കാര്യം വ്യക്തമാണ്, ഈ ശരീരത്തിൽ ഭഗവത് ചൈതന്യം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആര് നിലനിൽക്കുന്നത്?
ഈ ശരീരത്തിൽ മനസ്സ് നിലനിൽക്കുന്നതെങ്കിൽ അപ്പോൾ ആ മനസ്സിനെ എവിടേക്ക് എത്തിക്കണം? ഭഗവത് ചൈതന്യത്തിലേക്ക് എത്തിക്കണം. അതിനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ മോക്ഷം എന്ന് പറഞ്ഞത്. അപ്പം മോക്ഷം എന്ന് പറഞ്ഞാൽ അർത്ഥം എവിടെ നിന്ന് വന്നു എന്നും എങ്ങോട്ടാണ് പോവേണ്ടതെന്നുമുള്ള വ്യക്തമായൊരു ധാരണയാണ് മോക്ഷം. കാരണം നമ്മൾ മോക്ഷത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഒന്നുകിൽ മരണമെന്നോ അല്ലെങ്കിൽ ഈശ്വരൻ തരുന്നൊരു സാധനമെന്നാണോ. എന്നാൽ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് മോക്ഷം ആര് തരുന്നതല്ല. മോക്ഷം ആര് തരുന്നതല്ല? ഭഗവാൻ തരുന്നതല്ല. പിന്നെ ആര് തരുന്നതാണ്? ആര് തരുന്നതാണ്? നമ്മുടെ മനസ്സ് തന്നെ അതിലേക്ക് ഉയരണം. ഭഗവത്ഗീതയിലെ 10-ാം അധ്യായത്തിലെ 10-ാമത്തെയും 11-ാമത്തെയും ശ്ലോകം എടുത്ത് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഈ ശ്ലോകങ്ങളിൽ കാണാം ഭഗവാൻ പറയും, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. തേഷാം ആരാണോ പ്രീതിപൂർവകം മാം ഭജതാം എന്നെ പ്രീതിയോടെ ഭജിക്കുന്നത് അവർക്ക് അഹം ഞാൻ ദദാമി ബുദ്ധിയോഗം ഞാൻ അവർക്ക് എന്ത് കൊടുക്കും? ബുദ്ധിയോഗം. ബുദ്ധിയോഗം എന്ന് പറഞ്ഞാൽ അർത്ഥം സമബുദ്ധി എന്നർത്ഥം. അവർക്ക് സമബുദ്ധി കിട്ടും. ആ സമബുദ്ധിയോട് കൂടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാം ഉപയാന്തി എന്നിലേക്ക് ഉയരാനോ എന്നിലേക്ക് ചേരാനോ എന്നിലേക്ക് അർപ്പിതമാവാനോ അവർക്ക് സാധിക്കും. എങ്ങനെയുള്ള ബുദ്ധി കൊണ്ട്? സമബുദ്ധി കൊണ്ട്. അങ്ങനെയുള്ള സമബുദ്ധി കിട്ടിക്കഴിഞ്ഞാൽ തേഷാമഹം അവർക്ക് ഞാൻ എന്തു ചെയ്യും? അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അഹം ഞാൻ ആത്മഭാവസ്ഥനായി നിന്നുകൊണ്ട് നാശയാമ്യാത്മഭാവസ്ഥ ജ്ഞാനദീപേന ഭാസ്വത. തേഷാമഹം ഞാൻ അവർക്ക് അവരുടെ ഉള്ളിലിരിക്കുന്ന അജ്ഞാനത്തെ ഞാൻ തന്നെ ഉള്ളിലിരുന്നു കൊണ്ട് ഞാനത് നശിപ്പിക്കുന്നതാണ്. തേഷാം ഏവാനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമാം നാശയാമ്യാത്മഭാവസ്ഥ ജ്ഞാനദീപേന ഭാസ്വത. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ അജ്ഞാനമാകുന്ന അവിവേകമാകുന്ന മനസ്സിനെ നശിപ്പിച്ചുകൊണ്ട് അവരെ ഞാൻ എന്നിലേക്ക് ചേർക്കും എന്ന് ഭഗവാൻ പറയുമ്പോൾ എന്താണ് അർത്ഥം?